അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും സ്പർശിക്കുന്ന ദർശനമാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുമ്പോൾ പലപ്പോഴും നമ്മുടേതായ ചില ആഗ്രഹങ്ങളെയെങ്കിലും നമുക്ക് മാറ്റിവെക്കേണ്ടതായി വരും. നമ്മുടെ ദേഹേച്ഛകളെ നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്നക ലൻ തദഉ ശൈഅൻ ലില്ലാഹി ഇല്ലാ അബ്ദലല്ലാഹു ഖൈറും മിൻഹു. ഒന്നും തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്നില്ല, എങ്ങനെയല്ലാതെ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായ ഒന്ന് നമുക്ക് പകരം നൽകിക്കൊണ്ടല്ലാതെ. അപ്പോൾ ഏതൊരു കാര്യമാണോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ ഏതേത് ആഗ്രഹങ്ങളെയാണോ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്, ആ മാറ്റിവെക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അള്ളാഹു പകരം നൽകും എന്നാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സമ്പത്ത് നമ്മൾ ചിലവഴിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുമെന്ന് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു അനാവശ്യമായ അല്ലെങ്കിൽ അവിഹിതമായ ഒരു സമ്പാദ്യം, ഹറാമായ ഒരു സമ്പാദ്യം നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഭൗതികമായ ജീവിതത്തിലൊരു നഷ്ടമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാമെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഹലാലായ സമ്പത്തിൽ നമുക്ക് കൂടുതൽ വർധനവ് അള്ളാഹു പ്രദാനം ചെയ്യും, കൂടുതൽ ബർക്കത്ത് അള്ളാഹു ചൊരിയും. അതേപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ദൃഷ്ടി താഴ്ത്തുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ഏത് ആസ്വാദനങ്ങളെയാണോ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, ഏത് ഹറാമുകളെയാണോ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ഹലാലായ കാര്യങ്ങളിൽ കൂടുതൽ ആസ്വാദ്യത നമുക്ക് അള്ളാഹു നൽകും. അപ്പോൾ ഈ രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ഖൈറൻ മിൻഹു, ഈ ഒരു ദുരിതത്തിൽ പ്രയാസത്തിൽ എനിക്ക് അള്ളാഹുവെ നീ ശാന്തി നൽകണമേ, അള്ളാഹുവെ അജിർനി ഫി മുസീബത്തി, എനിക്ക് നീ കൂലി നൽകണമേ, പ്രതിഫലം നൽകണമേ, ഈ ഒരു മുസീബത്ത് ഞാൻ സഹിക്കുന്നതിൻ്റെ ഫലമായി. വഖ്ലുഫ് ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ ഉത്തമമായ ഒന്ന് എനിക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടമല്ല എന്നും എല്ലാം ലാഭമാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഭൗതികമായ കണക്ക് കൂട്ടലുകൾക്ക് അതീതമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഉൾക്കാഴ്ചയും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.